മെക്സിക്കോയിലുള്ള ഒരു സ്ത്രീയെ പറ്റി ഞാൻ ഒരു ഇതെല്ലാം സ്ലേവ്സ് ആയിട്ട് കൊച്ചിയിൽ നിന്ന് കൊണ്ടുപോയ ആൾക്കാരാണ്. മെക്സിക്കോയില് നമ്മുടെ നാട്ടിൽ നിന്ന് അതെ അതെ അതെ. വാവ്, ഭയങ്കര തന്നെ. ആ സ്ത്രീയുടെ കഥ വളരെ രസമാണ്. സോ ഷീ ബിക്കംസ് അവിടെ ഒരു ഓൾമോസ്റ്റ് ഒരു സെയിന്റ് ആയിട്ട് മാറുകയാണ് അവിടെ പോയി മെക്സിക്കോയിൽ പോയിട്ട്. അങ്ങനത്തെ ഒരു കഥയുണ്ട്. അതിന്റെ ബേസിക് കഥ ഇതാണ്. ഒരു രാജ്പുട്ട് പ്രിൻസസ് എന്ന് പറയുന്നു, കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്ന് കൊച്ചിയിൽ ഡച്ചുകാർ കൊണ്ടുവരുന്നു. കൊച്ചിയിൽ കുറച്ചു കാലം ഇരുന്ന് ഷീ ഈസ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി. അത് കഴിഞ്ഞ് ഫിലിപ്പീൻസിൽ കൊണ്ടുവന്നു. ഫിലിപ്പീൻസിൽ കൊണ്ടുപോയി അവിടെ നിന്നുള്ള പല ആൾക്കാരെയും കൂടെ ഷീ ഈസ് ടേക്കൺ ടു മെക്സിക്കോ. മെക്സിക്കോയിൽ കൊണ്ടുപോയി ഒരു സ്ലേവ് ആയിട്ട് കൊണ്ടുപോയി. ആൻഡ് ദെൻ ഷീ യുനോ പിന്നെയുള്ളത് വായിക്കുക വേണം. സോ യുനോ ഇവൻച്വലി ഷീ ബിക്കംസ് വെരി പോപ്പുലർ. അവര് ജനമൊക്കെ പറയും, ഐ മീൻ ദർ ഇസ് എ റിക്വസ്റ്റ് ഫോർ ഹെർ ടു ബി മെയ്ഡ് എ സെയിന്റ്. അത് വത്തിക്കാനുമായിട്ട് ഒരുപാട് നെഗോസിയേഷൻസ് നടക്കും. അവർ സമ്മതിക്കില്ല. ബേസിക്കലി ദേ ഡോണ്ട് വാണ്ട് ടു മേക്ക് ഹെർ എ സെയിന്റ്. സോ ഇപ്പോൾ മെക്സിക്കോയിൽ പോയിട്ടുണ്ടെങ്കിൽ പോബ്ല എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. മീറ പൊബ്ലാന എന്നാണ് പറയാം പേര്. മീറ എന്നായിരുന്നു ഒറിജിനൽ പേരെന്ന് പറയുന്നു. മീറ പൊബ്ലാന എന്നാണ് മെക്സിക്കോയിൽ പോയിട്ടെങ്കിൽ അറിയുന്നത് ഈ സ്ത്രീ. അപ്പൊ ഈ പൊബ്ലാനയിൽ പോയിട്ടുണ്ടെങ്കിൽ വലിയൊരു സ്റ്റാച്യു ഒക്കെ കാണാം. ഈ മീറ പൊബ്ലാനയുടെ ഡ്രസ്സും മെക്സിക്കോന്റെ ഒരു നാഷണൽ ഡ്രസ്സ് മാതിരിയാണത്. അപ്പൊ മീറ പൊബ്ലാനയുടെ ഡ്രസ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഒരു രാജസ്ഥാനി സ്റ്റൈൽ ലെഹങ്ക മരത്തൊരു ഡ്രസ്സാണ്. സോ ഈ അതൊരു നമ്മളൊരു കണക്ഷനാണ്. പക്ഷെ അങ്ങനെ ആവണമെന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് അപ്പൊ ഇങ്ങനെ ഒരു രസമായിട്ടുള്ള ഒരു കഥയാണ് മീറ പൊബ്ലാനയുടെ കഥ. സോ ഇതുമാതിരി ഏതോ ഒരു ഗുജറാത്ത് രാജസ്ഥാൻ ആ ഭാഗത്തുനിന്ന് വന്ന് കൊച്ചിയിലുണ്ടായി കുറെ കാലം ഇരുന്ന് പിന്നെ അത് കഴിഞ്ഞ് ഫിലിപ്പീൻസിൽ പോയി കപ്പലിൽ മെക്സിക്കോയിൽ വരുന്നതാണ്. മെക്സിക്കോയിൽ ഒരുപാട് സ്ലേവ്സ് ഉണ്ടായിരുന്നു ഒരു കാലത്ത്. മലയാളിയല്ല, മീൻ കൊച്ചിയിൽ നിന്നാണ് ആദ്യം വരുന്നത്. കൊച്ചിയിൽ നിന്നാണ് അവരെ ട്രാൻസ്പോർട്ട് ചെയ്ത് ഫിലിപ്പീൻസ് കൊണ്ട് അവിടെ നിന്നാണ് ട്രാൻസ്ഷിപ്പ് ചെയ്ത് എല്ലാവരും കൂടി ഒന്നിച്ച് പല സ്ഥലങ്ങളിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതായത് നെതർലാൻഡ്സ് അല്ലെങ്കിൽ വല്ല ആഫ്രിക്ക, മെക്സിക്കോ. സ്പാനിഷുകാരൊക്കെ മെക്സിക്കോയിൽ തുടങ്ങിയ സമയത്ത് ദേ നീഡ് എ ലോട്ട് ഓഫ് സ്ലേവ്സ്. അങ്ങനെ കൊണ്ട് അതാണ് മീറ പൊബ്ലാനയുടെ കഥ.